ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പായസം റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചെറുപയർ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലും ചെറുപയറും ഉണ്ടെങ്കിൽ ഈസിയായി കുക്കറിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ചെറുപയർ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. കുതിർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 4 മീഡിയം സൈസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 1 കപ്പ് പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ച പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ജീരകവും ഏലക്കായും പൊടിച്ചത് വേണം. അത് പഞ്ചസാര ചേർത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് കാഷ്നട്ട്, മുന്തിരി, കുറച്ച് നെയ്യ്, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതില്ലേലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് കുക്കറിലേക്ക് കഴുകി വെച്ച ചെറുപയർ ചേർക്കാം. 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ നമ്മൾ എടുത്തു വെച്ച ശർക്കരയും വെള്ളവും ഒഴിച്ച് ശർക്കര പാനി ഉണ്ടാക്കാം. ഇനി നമുക്ക് ജീരകവും ഏലക്കായും ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോൾ അടുപ്പത്ത് വെച്ച് എങ്ങോട്ടും പോവരുത് കേട്ടോ. അത് പതഞ്ഞ് പൊന്തി വരും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഒരു അരിപ്പ എടുത്ത് നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കാം. എന്നിട്ട് അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കാൻ വെക്കാം. 1 സ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് കലക്കി ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്തത് കൊണ്ട് ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി പൊടിച്ചു വെച്ച ഏലക്കായും ജീരകവും ഒന്ന് ഇതിൽ ചേർക്കാം. എന്നിട്ട് 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പായസം ഒന്ന് കുറുകി വരും. അങ്ങനെ കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അങ്ങനെ തന്നെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇപ്പോൾ ഇളക്കി കൊടുക്കുന്നില്ല. ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ മൂടി വെക്കാം. അതിനുശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ആ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ പായസം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയറും പാലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം. ചെറുപയർ പായസം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ശരി, വീണ്ടും കാണാം. പുതിയ റെസിപ്പിയുമായിട്ട് വരാം. ബൈ.